കണ്ണൂർ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ LP വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ഏതാണ് ഐറ്റം എന്നറിയില്ല. ഏതാ മോളെ ഐറ്റം? നാടോടി നൃത്തത്തിൽ LP വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മോളാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. എന്താ മോളെ പേര്? അൻവിക ജയേഷ്. എത്ര ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. ഏതാ സ്കൂള്? ചെറുപുഷ്പ UP സ്കൂൾ ചെമ്പന്തൊട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? അടിപൊളിയായിരുന്നു. ആരാ പഠിപ്പിച്ചേ? മനോജ് കല്യാട് മാഷ്. മനോജ് മാഷാണ് പഠിപ്പിച്ചത്. മോൾ എത്ര വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്? ഒരു 2 വർഷമായി. 2 വർഷം. കഴിഞ്ഞ വർഷം പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ മോള് ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു സബ് ജില്ലാ കലോത്സവം, അതിൽ ഫസ്റ്റ് A ഗ്രേഡ് മോക്ക് കിട്ടിയിരിക്കുകയാണ്. മോക്ക് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം? എനിക്ക് ഡോക്ടർ ആകാം. അപ്പോൾ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് ഒരു നർത്തകിയൊക്കെ ആണ്ടേ? അത് വേണം. അപ്പോൾ ഡോക്ടറിന്റെ കൂടെ ഒരു നർത്തകിയും കൂടി ആകണമെന്നാണ് നമ്മുടെ മോളുടെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ചെമ്പന്തൊട്ടിയിലെ സിസ്റ്റേഴ്സും ടീച്ചേഴ്സൊക്കെ ഉണ്ട് നമ്മളോടൊപ്പം. അപ്പോൾ സിസ്റ്ററെ എന്താ പേര്? സിസ്റ്റർ ജൂലിയ. ചെമ്പന്തൊട്ടി സ്കൂളിലാണ്. ചെമ്പന്തൊട്ടി സ്കൂളിൽ പഠിപ്പിക്കുന്നു. 4ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. അൻവികയെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. നല്ല രീതിയിൽ ഡാൻസ് പെർഫോം ചെയ്തു. അപ്പോൾ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അതിൽ 1ാം സ്ഥാനം കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. അൻവികയെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. വേറെ എന്തൊക്കെ ഐറ്റങ്ങളിലാണ് നമ്മുടെ സ്കൂളിൽ മത്സരത്തിൽ നമ്മൾ എല്ലാ ഐറ്റത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അതായത് LPക്ക് 11 സിംഗിൾ ഐറ്റവും 2 ഗ്രൂപ്പ് ഐറ്റവും ഉണ്ട്. അതിലെല്ലാത്തിലും പങ്കെടുത്തു. എല്ലാത്തിനും ഞങ്ങൾക്ക് A ഗ്രേഡ് ഉണ്ട്. ഓവറോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്പന്തൊട്ടി ചെറുപുഷ്പം LP സ്കൂള് എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് ഇവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. വേദികളിൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും കൂടിയാണല്ലേ. അപ്പോൾ ടീച്ചറെ എന്താ പേര്? എൻ്റെ പേര് ലൗലി. ഞാൻ ചെറുപുഷ്പം UP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. വളരെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ. നല്ല ചുണക്കുട്ടികളായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ചെറുപുഷ്പത്തിലുള്ളത്. അപ്പോൾ വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ഈ കലാമേളയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ ഫസ്റ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അൻവികയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല കഴിവുള്ള കുട്ടി, പഠിക്കാനും പാടാനും ആടാനും കലാരംഗത്തും ഒക്കെ നല്ല മിടുക്കിയായ കുട്ടിയാണ്. സ്കൂളിന്റെ അഭിമാനമാണ്. പാട്ടൊക്കെ പാടുമെന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ ട്രൂ മീഡിയ കേരളയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടിത്തരണേ. അതിന് മുമ്പ് നമുക്ക് ടീച്ചറാണല്ലേ? എൻ്റെ പേര് അതുല്യ. ഞാൻ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളെ ആയുള്ളെങ്കിലും കുറച്ച് നാളിനുള്ളിൽ തന്നെ അവളെ നന്നായിട്ട് അറിയാം. അപ്പം എല്ലാ കാര്യത്തിലും ഉഷാറാണ്. ഡാൻസും പാട്ടും എന്ത് വേണേലും അവൾ ഓക്കെയാണ്. അപ്പം വളരെ ഹാപ്പിയാണ്. സ്കൂളും ഹാപ്പിയാണ്. കൂട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ? കൂട്ടുകാരും അപ്പൊ ഏത് പാട്ടാണ് നമ്മളെ ട്രൂ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ പാടിത്തരാൻ വേണ്ടി പോകുന്നത്? പൂമരം പൂത്തലഞ്ഞ എന്നുള്ള നല്ലൊരു ഗാനവുമായി നമ്മുടെ നാടോടി നൃത്തത്തിലെ LP സ്കൂളിലെ വിന്നർ വരികയാണല്ലേ. ഓക്കെ, പാടി. പൂമരം പൂത്തുലഞ്ഞേ പൂവാകെ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്ത് തേനൂറും പൂവായി നീ വിരിഞ്ഞേ. പൂമരം പൂത്തുലഞ്ഞേ പൂവാകെ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്ത് തേനൂറും പൂവായി നീ വിരിഞ്ഞേ. പൂമരം പൂത്തുലഞ്ഞേ പൂവാകത്തുമ്പി, എന്നെ മറക്കല്ലേ എന്നോ മെന പെൺകിടാവേ. അടിപൊളി. അപ്പോൾ നാടോടി നൃത്തത്തിൽ മോള് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഫസ്റ്റ് A ഗ്രേഡ് കിട്ടി. അതോടൊപ്പം തന്നെ നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. അപ്പോൾ മോള് ഡോക്ടറാകുന്നതിൻ്റെ കൂടെ തന്നെ നല്ലൊരു നർത്തകിയും അതോടൊപ്പം തന്നെ നല്ലൊരു പാട്ടുകാരിയും ആയിത്തീരട്ടെ. ഈ മോളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും, ടീച്ചേഴ്സിനും പാരൻസിനും അധ്യാപകർക്കൊക്കെ, ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ ട്രൂ മീഡിയ കേരളയുടെ വക ഒരു ബിഗ് സല്യൂട്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള UP സ്കൂളിലേക്കൊക്കെയാണ് ഇനി അടുത്തത് അല്ലേ കലോത്സവത്തിൽ. അപ്പോൾ ജില്ലയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി മോക്ക് സാധിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ട്രൂ മീഡിയ കേരള.